ബൈബിളിലെ ഏക ചരിത്ര ഗ്രന്ഥമാണ് പ്രവർത്തന പുസ്തകം. സുവിശേഷങ്ങളും ലേഖനങ്ങളും തമ്മിലുള്ളതായ അതിനെ ബന്ധപ്പെടുത്തുന്നതായ ഒരു പിടിച്ചാണ് പാലം. ദൈവസഭയുടെ ചരിത്രവും ദൈവസഭയുടെ ഉപദേശങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. അതിവിശിഷ്ടമായ ഈ നിസ്തുല്യമായ ഗ്രന്ഥം ദൈവസഭയുടെ ഒരു മുതൽക്കൂട്ട കാഴ്ചക്കാണ്. അതിൻ്റെ എഴുത്തുകാരൻ അത് സ്വീകരിച്ചു നിർത്തി ഈ ഗ്രന്ഥത്തിൻ്റെ ലക്ഷ്യം ഈ കാര്യങ്ങളെല്ലാം നാം ചിന്തിക്കുന്നുണ്ടായി. ഒടുവിലായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രന്ഥം ആധുനിക സഭയ്ക്ക് നൽകുന്ന സന്ദേശമാണ്. വളരെയേറെ സന്ദേശങ്ങൾ ഈ ഗ്രന്ഥം ആധുനിക സഭയ്ക്ക് നൽകുന്നു. അതിലാദ്യം ആയി നാം ചിന്തിച്ചു തുടങ്ങിയത് ചരിത്രാതീതനായ ദൈവം ചരിത്രത്തെ തന്റെ ഉദ്ദേശനിവൃത്തിക്കായി നിയന്ത്രിക്കുന്നു എന്നുള്ളത്. ആ അതിമഹത്തായ ആശയം പ്രവർത്തകരുടെ പുസ്തകത്തിൽ മാത്രമല്ല, ബൈബിളിന്റെ തുടക്കം മുതൽ അവസാനം വരെയും കാണാൻ കഴിയുന്ന ഒരു ആശയമാണ്. ദൈവം ചരിത്രാതീതനാണ്. ചരിത്രങ്ങൾക്ക് മീതെയാണ്, എബോവ് ദ ഹിസ്റ്ററി. ഒരു വാഹനത്തിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നത് പോലെ ദൈവം ചരിത്രമാകുന്ന വാഹനത്തിന്റെ സ്റ്റിയറിംഗ് നിയന്ത്രിക്കുകയാണ്. ഹിസ്റ്ററി അവൻ ചരിത്രം ഹിസ്റ്റോറി എന്ന് പറയാറുണ്ട്. ഹിസ്റ്റോറി അവന്റെ ചരിത്രമാണ്, ദൈവത്തിന്റെ ചരിത്രമാണ്. ഒരിക്കൽ തിരക്കിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന പിതാവ് തന്നെ ശല്യപ്പെടുത്താനായി വന്ന തൻ്റെ 3 കുഞ്ഞുങ്ങളെ ശാന്തമായി ഇരുത്താൻ വേണ്ടി ഒരു പസിൽ അവർ കൊടുത്തു. തൻ്റെ ഓഫീസ് കാര്യങ്ങളിൽ ചെയ്തു തീർക്കും വരെ അവർ അവിടെ നിന്ന് ഇതുമായിട്ട് കളിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഉദ്ദേശിച്ചതിനേക്കാൾ വേഗത്തിൽ ആ പസിലെല്ലാം ചെയ്ത് പിതാവിൻ്റെ അടുത്തിൽ വന്നു. പിതാവ് ചോദിച്ചിട്ട് നോക്കിയിട്ട് ചോദിച്ചു, എന്തോ നിങ്ങൾ ഇത്ര വേഗത്തിൽ ഈ പസിൽ ചെയ്ത് എങ്ങനെയാണ് ചോദിച്ചു. കുഞ്ഞുങ്ങൾ പറഞ്ഞത് അതൊരു മാപ്പായിരുന്നു, വേൾഡ് മാപ്പായിരുന്നു. ആ വേൾഡ് മാപ്പിന്റെ പിന്നിൽ ഒരു മനുഷ്യന്റെ രൂപം ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ തലവെക്കിനെടുത്ത് തലവെച്ചു, കൈകൾ വെക്കിനെടുത്ത് കൈകളും വെച്ചു, കാലുകൾ വെക്കിനെടുത്ത് കാലുകളും വെച്ചു. പെട്ടെന്ന് അവർക്ക് അത് ചെയ്യാൻ സാധിച്ചു. അപ്പൊ ആ മാപ്പിന്റെ പിന്നിൽ ഒരു പുരുഷൻ, ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നത് പോലെ, മനുഷ്യരൂപം ഉണ്ടായിരുന്നത് പോലെ ചരിത്രത്തിന്റെ പിന്നിൽ ഒരു ആളത്വമുണ്ട്. ആ ആളത്വത്തെയാണ് ദൈവം എന്ന. ദൈവം ചരിത്രത്തിന് വിധേയനല്ല, അതീതനാണ്. അതിന് ചരിത്രത്തിന് കീഴെയല്ല, മീതെയാണ്. ആ ചരിത്രത്തെ അവൻ മീതെയുകൊണ്ട് നിയന്ത്രിക്കുക. അതിന് ഉദാഹരണമായി നാം 2 മെയിൻ സംഭവങ്ങൾ, പ്രധാനപ്പെട്ടതായ സംഭവങ്ങൾ പ്രവർത്തകരുടെ പുസ്തകത്തിൽ നിന്ന് ഒന്നും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ഒന്നും നാം അല്പം വിശദമായി ചിന്തിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് നാം ചിന്തിച്ചത് യേശുക്രിസ്തുവിന്റെ ജനനം ചരിത്രത്തിൽ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. മൈക്ക 5:2 യേശുക്രിസ്തുവിന്റെ ജനനം ബേത്ലഹേം എന്ന പട്ടണത്തിലായിരിക്കണമെന്ന്
യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് 500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇന്ന സ്ഥലത്ത് എന്ന് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു. എന്നാൽ യേശു ജനിക്കാറായ ദിവസങ്ങളിൽ യോസഫും മേരിയും ബേത്ലഹേമിൽ നിന്ന് 80 മൈൽ വടക്ക് ഗലീലയിലെ നസറേത്തിൽ താമസിക്കുകയാണ്. അന്നത്തെ 80 മൈൽ ഇന്നത്തെ 80 മൈലിന് തുല്യമാണ്. ആധുനിക റോഡ് സൗകര്യങ്ങളോ വാഹന സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് കൂടുതലും കാൽനടയായിട്ടുള്ള യാത്രയാണ് യാത്രക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ യാത്ര ഏകദേശം 20 മൈലാണ്. അങ്ങനെയാണെങ്കിൽ 4 ദിവസത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷമേ ഈ നസ്രത്തിൽ നിന്ന് ഈ ബേത്ലഹേമിൽ യേശുവിൻ്റെ അമ്മ മറിയയ്ക്ക് എത്താൻ കഴിയും. പ്രത്യേകിച്ച് ജോസഫ് മേരി ദമ്പതികളുടെ ആദ്യത്തെ മകൻ എന്നുള്ള നിലയിൽ ഫസ്റ്റ് പ്രഗ്നൻസി, ആദ്യത്തെ ഗർഭധാരണം എന്നുള്ള നിലയിൽ ഒരു ഭർത്താവ് യാതൊരു കാരണവശാലും വളരെ അഡ്വാൻസ് സ്റ്റേജിലായിരിക്കുന്ന ഒരാളുമായി 4 ദിവസത്തെ നീണ്ട യാത്രയ്ക്ക് ഒരുങ്ങി. ബുദ്ധിയുള്ള ആരും അത് ചെയ്യും. പക്ഷേ അങ്ങനെ ചെയ്തിരുന്ന യേശു ബേത്ലഹേമിൽ ജനിക്കേണ്ടതിന് പകരം നസ്രത്തിൽ ജനിക്കുകയും ചെയ്യും. അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ പ്രവചനം തെറ്റും. ഇന്ന് പ്രവചനങ്ങൾ തെറ്റുന്ന ഒരു വിഷയമല്ല. ഇന്നലെ കർത്താവ് വരേണ്ടതായിരുന്നെന്ന് പ്രവചിച്ചു. കർത്താവ് വന്നില്ല, ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. ഏതായാലും ഇന്നലെ കർത്താവ് വരാൻ സാധ്യതയില്ലെന്ന് തന്നെ വിശ്വസിച്ചിരിക്കുകയായിരുന്നു. കാരണം അങ്ങനെ ഒരു ഫോൾസ് പ്രഡിക്ഷൻ നടത്തിയതുകൊണ്ട് അതനുസരിച്ച് കർത്താവ് ഏതായാലും വരികയില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദയാഗമനം എന്നുള്ള വിഷയം ആര് പ്രഡിക്റ്റ് ചെയ്താലും, ഒരു ഡേറ്റ് പ്രഡിക്റ്റ് ചെയ്താൽ ആരും അത് വിശ്വസിച്ചേക്കരുത്. കാരണം അതൊരു ഫോൾസ് പ്രഡിക്ഷൻ ആയിരിക്കും, വ്യാജമായ ഒരു പ്രഡിക്ഷൻ ആയിരിക്കും. സമയം പ്രവചിക്കാനായിട്ട് നമുക്ക് ആർക്കും അനുവാദം നൽകിയിട്ടില്ല. യേശു വരും എന്നല്ലാതെ, വേഗത്തിൽ വരുമെന്നല്ലാതെ, വീണ്ടും വരുമെന്നല്ലാതെ അതിനോട് ചേർന്നൊരു ഡേറ്റ് പറയാൻ നമുക്ക് ആർക്കും, ലോകത്തിൽ ആർക്കും അവകാശമില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഫോൾസ് പ്രഡിക്ഷൻ ആയിരിക്കും. ഇവിടെ നസ്രയത്തിൽ യേശു ജനിക്കാവുന്ന ഒരു സിറ്റുവേഷനിൽ അവിടെ ജനിക്കാതെ, അവിടെ ജനിച്ചിരുന്നെങ്കിൽ ഒരു ഫോൾസ്, ഒരു വ്യാജ പ്രവചനമായി അത് വരാവുന്ന ഒരു സിറ്റുവേഷനിൽ അങ്ങനെ വരാതിരിക്കാൻ ദൈവം അന്നത്തെ ചക്രവർത്തിയെ തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പം ദൈവത്തിനറിയാൻ ഈ ചരിത്രമെല്ലാം ശരിയായി കൊണ്ടുവരണമെങ്കിൽ ആരെ പിടിക്കണമെന്നറിയും. ആ കറക്റ്റ് വ്യക്തിയെ ദൈവം പിടിച്ചിരിക്കും. പിടിച്ചിട്ട് അതിൽ ഒരു ഓർഡർ, ജസ്റ്റ് ഒരു ഓർഡർ കൊടുത്തേ ഉള്ളൂ. സെൻസസ് എടുക്കുന്നതായ കാര്യമാണ്. ജോസഫും മേരിയും ആ ഓർഡർ കിട്ടിയ ഉടനെ അത് യാത്ര ചെയ്ത് അവർ ബേത്ലഹേമിലെത്തി. അപ്പോൾ വളരെ അഡ്വാൻസ് സ്റ്റേജിൽ യാത്ര ചെയ്തതായ ജോസഫ് മേരി ദമ്പതികൾക്ക് ആ യാത്രയിൽ പോലും ഒരു ജന്മം യേശുവിനെ നൽകിയിരുന്നെങ്കിൽ അതിൽ യാദൃശ്ചികതയൊന്നുമില്ല, സംഭവിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ അതൊന്നും സംഭവിക്കാതെ, നസ്രത്തിൽ ജനിക്കാതെ, ജനിക്കാതെ ബേത്ലഹേമിൽ തന്നെ യേശു ജനിച്ചു എന്ന് പറയുന്നു. ആ ചരിത്രത്തെ എത്ര കറക്റ്റായി, ആ സമയത്തെയും സാഹചര്യത്തെയും സ്ഥലത്തെയും എത്ര കറക്റ്റായി ദൈവം അതിനെ കൺട്രോൾ ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ദൈവത്തിൻ്റെ സുപ്രീമസി, ആ സോവറിനിറ്റി, പരമാധികാരം എല്ലാം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ മറ്റൊരു സംഭവമാണ് പ്രവർത്തന പുസ്തകത്തിൽ നിന്ന് നാം ചിന്തിച്ചതും. അഖില പ്രിസ്കില്ല ദമ്പതികൾ
അഖില പൊന്തോസുകാരനാണ്. ഏഷ്യ മേഖലയിലുള്ളതായ ഒരു സ്ഥലത്ത് അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റോമിലാണ്. അപ്പൊ റോമിൽ നിന്ന് അദ്ദേഹത്തെ കൊരിന്തിൽ അയക്കാൻ ദൈവം പ്ലാൻ ചെയ്തു. അങ്ങനെ റോമിൽ നിന്ന് കൊരിന്തിൽ വന്നു. അപ്പൊ ആ സമയത്ത് അപ്പോസ്തലനായ പൗലോസ് ഏതൻസിലാണ്, അഥേന. ഇവർ തമ്മിൽ യാതൊരു മുൻപരിചയവുമില്ല. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷനുള്ള യാതൊരു സൗകര്യമില്ല. എന്നാൽ ഇവരെ കൊരിന്തിൽ വെച്ച് കൂട്ടിമുട്ടിപ്പിക്കുക, അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം പ്രവർത്തിച്ച വഴി നമ്മൾ പ്രവർത്തനോസ് 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പൊ പ്രവർത്തനോസ് 12-ാം അധ്യായത്തിൽ അവിടെയും ദൈവം പിടിച്ചതൊരു ചക്രവർത്തിയാണ്. ഓർഡർ കൊടുത്തേ യഹൂദന്മാരെ എല്ലാം റോമിൽ നിന്ന് പറഞ്ഞു വിടണം. അങ്ങനെ റോമിൽ നിന്ന് പറഞ്ഞു വിടുകയാണ്. പറഞ്ഞു വിട്ട കൂട്ടത്തിൽ ഒരു ദമ്പതികൾ, അഖില പ്രിസ്കില്ല ദമ്പതികൾ, അവർ അവിടെ നിന്ന് പുറപ്പെട്ട് നേരെ കൊരിന്തിലേക്ക് പോയി. അവർക്ക് വേറെ എവിടെയെല്ലാം പോകാമായിരുന്നു, പക്ഷെ അവർ നേരെ കൊരിന്തിലേക്ക് പോയി. അവർ കൊരിന്തിൽ ചെന്ന് താമസമായി. അപ്പൊ ഇവരെ തമ്മിൽ കൂട്ടുമുട്ടിപ്പിക്കുമ്പോൾ അവരുടെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് സിമിലർ ഒന്ന് തന്നെയാണ്. അവർ രണ്ടുപേരും ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചവരാണ്. പിന്നെ അവരുടെ പ്രൊഫഷൻ രണ്ടുപേരുടെയും ഒന്നാണ്. അവർ ടെൻമേക്കേഴ്സാണ്. രണ്ടുപേരും ആത്മീയ സുഷ്കാന്തി ഉള്ളവരാണ്. ദ മോസ്റ്റ് അട്രാക്റ്റീവ് മിഷണറി ഇൻ ദ ബുക്ക് ഓഫ് ആക്ട്സ് ഈസ് അപ്പോസ്റ്റൽ പോൾ. ഏറ്റവും ആകർഷകമായ വ്യക്തിത്വമാണ് അപ്പോസ്റ്റലനായ പൗലോസിന്റെ ഒരു മിഷണറി എന്നുള്ള നിലയിൽ. അതിനേക്കാൾ ആകർഷകമായ ഒരു വ്യക്തിത്വം ഒരു മിഷണറി എന്നുള്ളതായ നിലയിൽ പറയാറില്ല. അപ്പൊ ഏറ്റവും ആകർഷകമായ ആ വ്യക്തിത്വത്തെ ദൈവം കൊരിന്തിലേക്ക് അയച്ചു. എന്തിനാ? അവിടെ ഒരു മിനിസ്ട്രി ആരംഭിക്കണം, ഒരു സുവിശേഷ പ്രവർത്തനം ആരംഭിക്കണം, സഭ സ്ഥാപിക്കണം. അപ്പം ദൈവം പൗലോസിനെ അവിടെ അയച്ചു. അയക്കാൻ ദൈവം ഉപയോഗിച്ചത് ഒരു ചക്രവർത്തിയാണ്. അയക്കാനായിട്ട് ദൈവം നേരിട്ട് പൗലോസിനെ അയക്കുകയായിരുന്നു. ദൈവം ചക്രവർത്തി ഉപയോഗിച്ചത് അഖില പ്രിസ്കില്ല ദമ്പതികൾ അവിടെ വരാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ അവർ രണ്ടുപേരും കൂടെ വന്നു. അവർ യാദൃശ്ചികമായി, മനുഷ്യമായ നിലയിൽ പറഞ്ഞാൽ യാദൃശ്ചികമായി അവർ കണ്ടുമുട്ടി. മനുഷ്യനെ ഒരു യാദൃശ്ചികം, ആക്സിഡന്റൽ എന്നുള്ളതായ വാക്ക് ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ ഇല്ല, ദൈവത്തിന്റെ നിഘണ്ടുവിൽ ഇല്ല എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. വളരെ ശരിയാണ്. ദൈവത്തിന് ആക്സിഡന്റൽ എന്നുള്ളതായ ഒരു പദം ഉപയോഗിക്കുന്നതായിട്ട് തിരിക്കുക. യാദൃശ്ചിക എന്ന് നമ്മൾ പറയുന്ന പോലെ ദൈവത്തിന് പറയേണ്ട ആവശ്യം. അതുപോലെ ദൈവത്തിന്റെ നിഘണ്ടുവിലില്ലാത്ത മറ്റൊരു വാക്ക് ഇമ്പോസിബിൾ, അസാധ്യം എന്നുള്ളതായ വാക്ക് ദൈവത്തിന്റെ നിഘണ്ടുവിലില്ല എന്ന് നാം കേട്ടിട്ടുണ്ട്. വളരെ ശരിയാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പൊ ഈ കാര്യത്തിൽ ഇവരെ രണ്ടുപേരെയും തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടി ദൈവം തന്നെ പ്രവർത്തിച്ചു. ദൈവത്തിന്റെ ഹിതപ്രകാരം അവർ തമ്മിൽ കൂട്ടിമുട്ടി. വ്യക്തികൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതൊക്കെ വളരെ യാദൃശ്ചികമാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടെങ്കിലും അതിന് പിന്നിൽ ദൈവത്തിന്റെ കൈ ഉണ്ട് എന്നതായ കാര്യം നമ്മൾ മറന്നുപോയി. അങ്ങനെ അവർ അവിടെ വെച്ച് കൂട്ടിമുട്ടുകയാണ്. അവർ തമ്മിൽ കൂട്ടിമുട്ടാനുള്ളതായ പ്രോബബിലിറ്റി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എത്ര ശതമാനമാണ്? റോമിൽ നിന്ന് അഖില പ്രിസ്കില്ല ദമ്പതികൾ കൊരിന്തിൽ വന്നപ്പോൾ പൊന്തോസ് തർശീശുകാരനായ പൗലോസ് അഥേനയിൽ നിന്ന് കൊരിന്തിൽ വന്ന് അവർ തമ്മിൽ കണ്ടുമുട്ടുക, അതിന്റെ പ്രോബബിലിറ്റി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വളരെ വളരെ ലെസ്സായിട്ടുള്ള പ്രോബബിലിറ്റി. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിന്റെ ഒരു പ്ലാൻ ആയിരുന്നു. ആ പ്ലാൻ ദൈവം അത് വളരെ കൃത്യസമയത്ത് വളരെ മനോഹരമായി ചെയ്തു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനത്തിൽ ദൈവം ചരിത്രത്തിൽ എങ്ങനെ ഇന്റർവീൻ ചെയ്തത്, ഇടപെട്ടത് എന്ന് നമുക്ക് മനസ്സിലായി. സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസിനെയും അഖില പ്രിസ്കില്ല ദമ്പതികളെയും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ദൈവം ചരിത്രത്തിൽ എങ്ങനെ ഇന്റർവീൻ ചെയ്തു എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ്. But the most attractive missionary of that period,
അവിടെ വന്നു. ആൻഡ് അഖില പ്രിസില്ല എടുത്തോളം ദ മോസ്റ്റ് അട്രാക്റ്റീവ് കപ്പിൾ, ക്രിസ്ത്യൻ കപ്പിൾ ഓഫ് ഫാമിലി. അപ്പൊ അവരെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ദേശത്തെ വേലയ്ക്ക് വേണ്ടി. എല്ലയിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് യാദൃശ്ചികമായി എത്തി എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് യാദൃശ്ചികമായിട്ട് ഒന്നുമില്ല. എല്ലാം ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് നടക്കുക. ഇന്ന് നിങ്ങൾ ഈ സീറ്റിലിരിക്കുന്നത് യാദൃശ്ചികമല്ല. ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു യാദൃശ്ചികമല്ല, ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ ഒരു ഭാഗമാണ്. ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്. എന്നെയും നിങ്ങളെയും ഓരോ സിറ്റിയിൽ ദൈവം വെച്ചിരിക്കുന്നതിന് ഓരോ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശ നിവൃത്തിക്ക് വേണ്ടി ദൈവം സ്റ്റിയർ ചെയ്യുകയാണ്, അവൻ നിയന്ത്രിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളിൽ വെറുതെ ദൈവത്തെ അങ്ങനെ അവര് അവിടെ വന്ന് അവിടെ ഒരു സഭ ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആസ്തിക്ക് ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. എക്സിസ്റ്റൻഷ്യൽ പർപ്പസ് എന്ന് പറയും. നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്ന അതിനൊരു ഉദ്ദേശമുണ്ട്. യോസഫിനെ ഇവിടെ ദൈവം വെച്ചതിന് ഉദ്ദേശമുണ്ട്. എസ്തറിനെ ദൈവം ഇവിടെ വെച്ചതിന് ഉദ്ദേശമുണ്ട്. പൗലോസിനെ ദൈവം ഭൂമിയിൽ ഒരു ജന്മം നൽകിയതിന് ഒരു ലക്ഷ്യമുണ്ട്. അഖില പ്രിസില്ല ദമ്പതികളെ ദൈവം ഭൂമിയിൽ വെച്ചതിന് ഉദ്ദേശമുണ്ട്. നമ്മുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, വളരെ ഷോർട്ടാണ്. ഇൻ ബിറ്റ്വീൻ വൂം ആൻഡ് ടൂം എന്നതിനെ കുറിച്ച് പറയാം. ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ആ സമയം മാത്രമേ ഉള്ളൂ. ഇൻ ബിറ്റ്വീൻ ദ പീരിയഡ് ഓഫ് വൂം ആൻഡ് ടൂം. അപ്പോൾ ഇതിനിടയിലുള്ളതായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് നമ്മളോട് ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്നെ ദൈവം ഇവിടെ വെച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം ഇന്ന് നിവൃത്തിയായോ? ദൈവത്തിന്റെ പ്ലാനിൽ നിന്ന് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ പ്ലാനിന് പ്രകാരം പോകുവാൻ സാധിക്കും. ഇത് ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് പോകുന്നോ അതോ പ്ലാനിന് വിട്ടുപോകുന്നോ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം. എല്ലാവരെ കുറിച്ച് ദൈവത്തിന് ഒരു ഗ്രാഫ് ഉണ്ട്. ഒരു ഗ്രാഫ് ദൈവം വരച്ചു വെച്ചിരിക്കുകയാണ്, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഗ്രാഫ് അനുസരിച്ച് നമ്മൾ പോകുക എന്നുള്ളതാണ്. ശിംശോന്റെ കാര്യം എടുക്കാം. ശിംശോന്റെ അന്ത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ദുരന്തമായി. ആ ഒരു അന്ത്യമായിരുന്നു ദൈവത്തിന്റെ ഗ്രാഫിൽ ശിംശോന് വേണ്ടി ദൈവം വെച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഗ്രാഫ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അതായിരുന്നില്ല. ശിംശോനെ സംബന്ധിച്ചുള്ളതായ ദൈവത്തിന്റെ ഗ്രാഫ് അനുസരിച്ച് പോയിരുന്നെങ്കിൽ വേറൊരു അന്ത്യമായിരുന്നതിനെ തനിക്കുണ്ടാകും. പൗലോസിന്റെ അന്ത്യം നമുക്കറിയാം. പൗലോസ് ഒരു രക്തസാക്ഷിയായിട്ട് മരിച്ചു. ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിന്റെ ഗ്രാഫ് അനുസരിച്ച് അദ്ദേഹം അവിടെ എത്തി. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം ഒരു കയ്യിൽ നമുക്ക് വേണ്ടി വരച്ച ഒറിജിനൽ ഗ്രാഫ് പിടിക്കും, മറ്റേ കയ്യിൽ നാം സ്വീകരിച്ച ഗ്രാഫ് പിടിക്കും. ഇതാണ് വ്യത്യാസം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വരച്ച ഗ്രാഫ് ഇതാണ്, പക്ഷെ നിങ്ങൾ പോയ ഗ്രാഫ് ഇതാണ് കാണിക്കുന്നത്. വലിയ ഡിഫറൻസ് ഉണ്ടാകാൻ സാധിക്കും. സോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നതിന് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഈ ജന്മത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഞാനും നിങ്ങളും അത്യാവശ്യം മനസ്സിലാക്കേണ്ടതായ കാര്യം അതാണ്. അത് മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് എല്ലാവരുടെയും കാര്യം. സോ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും നിങ്ങൾക്കൊരു ആസ്തിക്യമുണ്ട്. ആ ആസ്തിക്യത്തിന് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ദൈവത്തിന്റെ ഗ്രാഫ് അനുസരിച്ച് പൂർത്തിയാക്കണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. ആ ഗ്രാഫ് അനുസരിച്ചല്ല നമ്മൾ പോകുന്നതെങ്കിൽ, നമ്മുടെ ഇഷ്ടപ്രകാരം ആണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഒരു ദിവസം റിഗ്രറ്റ് ചെയ്യും, യാതൊരു സംശയമില്ല. എന്നാൽ ദൈവത്തിന്റെ ഗ്രാഫ് അനുസരിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരികയില്ല. അതുകൊണ്ട് നാം ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചാൽ, നമ്മൾ ഒന്നുകിൽ ദൈവത്തിന്റെ ഇഷ്ടം ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടം ഫോളോ ചെയ്യുന്നു.
സെൽഫ് ഇൻട്രസ്റ്റ് ആണ് പലപ്പോഴും ഫോളോ ചെയ്യാൻ നമ്മൾ പരീക്ഷിക്കപ്പെടുക. നമുക്കൊരു വലിയ പ്രലോഭനമുണ്ട്. നമ്മുടെ ആ ഇഷ്ടത്തിന് പോകാൻ വേണ്ടിയുള്ള ഒരു പ്രലോഭനം വളരെ ശക്തമായി നമുക്ക് വരും. അപ്പോൾ ദൈവസന്നിധിയിൽ യേശുക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ ഇഷ്ടം ഇതാണ്, എങ്കിലും അത് അല്ല, എൻ്റെ ഇഷ്ടം നടക്കട്ടെ. പ്രാർത്ഥിക്കാൻ കഴിയുന്ന വിധേയത്വം ദൈവത്തോട് നോക്കാം. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് അന്തിമമായി പറയാൻ കഴിയുന്നതാണ് പ്രാർത്ഥനയുടെ പാരമ്യം എന്ന് പറയുന്നത്, ക്ലൈമാക്സ് ഓഫ് പ്രയർ എന്ന് പറയുന്നത്. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, ആ വിധേയത്വം ദൈവത്തോടുണ്ടായി. ഇന്ന് അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞു, ആ കാര്യം ഞാൻ ആ ലെസൺ അവിടെ അവസാനിക്കും. അപ്പം ചരിത്രാതനായ ദൈവം ചരിത്രത്തെ തന്റെ ഉദ്ദേശത്തിന് വേണ്ടി നിയന്ത്രിക്കുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ വിശദീകരിക്കാൻ വേണ്ടി പ്രവർത്തന രണ്ടാം അധ്യായത്തിൽ വളരെ വിശേഷപ്പെട്ടതായ ഒരു ഇവന്റ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 47 വാക്യങ്ങളായി. അപ്പൊ ഈ രണ്ടാം അധ്യായം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായ ഒരു ചരിത്രമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ ദൈവം എങ്ങനെയാണ് സ്റ്റിയർ ചെയ്തത് എന്ന്, ഞാൻ നിയന്ത്രിച്ചത് എന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, അതുവരെ സഭയുടെ ഒഫീഷ്യൽ ബർത്ത്ഡേ, ഔദ്യോഗികമായി സഭ ജനിച്ചിട്ടില്ല, പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സഭയുടെ ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് നമുക്ക് പറയാം, അതിന്റെ ലാസ്റ്റ് മൂമെന്റ്. അപ്പൊ സഭ ജനിക്കാൻ സമയമായി, സഭ ഒഫീഷ്യലി ജനിക്കാനുള്ള സമയമായി. അത് യെരൂശലേമിലായിരിക്കണം എന്ന് ദൈവം നേരത്തെ പ്ലാൻ ചെയ്തു. അത് വേറെ വിധത്തിൽ പറഞ്ഞാൽ, സഭയുടെ ജന്മം എന്ന് പറയുന്നത് അതൊരു ഹിസ്റ്റോറിക്കൽ ഇവന്റാണ്, ഒരു ഹിസ്റ്റോറിക്കൽ, ഒരു ചരിത്രപരമായ സംഭവമാണ്. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, അതൊരു ഹിസ്റ്റോറിക്കൽ ഇവന്റാണ് അല്ലേ? അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. യേശുക്രിസ്തു ജനിച്ചു എന്നുള്ളത് അതൊരു ഹിസ്റ്റോറിക്കൽ ഇവന്റാണ്, അത് നിഷേധിക്കാൻ പറ്റിയില്ല. അതൊരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് എന്ന് മാത്രമല്ല, അത് ആവർത്തിക്കപ്പെടേണ്ടതായ ഒരു ഇവന്റ് കൂടിയാണ്, ആവർത്തിക്കപ്പെടേണ്ടാത്ത ഒരു ഇവന്റാണ്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? യേശു ഒരിക്കൽ ജനിച്ചു, ഇനി ജനിക്കേണ്ട ആവശ്യമില്ല, ആവർത്തിക്കപ്പെടേണ്ടതായ ഒരു ഇവന്റാണ്. അത് ബേത്ലഹേമിലായിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടായി. അതിന്റെ കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സമയത്ത് യേശുവിന്റെ ജനനം നടന്നു. ഇവിടെ ദൈവത്തിന്റെ സഭ, ക്രിസ്തീയ സഭയുടെ ജന്മമാണ്, ജനനം. ആ ജനനം അതിന്റെ കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത് നടക്കണം. അതാണ് ദൈവം ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ 2 വാക്യങ്ങൾ നമുക്ക് ഈ സമയത്ത് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം. 44 വായിച്ചാൽ, പിന്നെ അവൻ അവരോട്, ഇതാ നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണമെന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെട്ടുകളെ തിരിച്ചറിയേണ്ടത് അവരുടെ ബുദ്ധിയെ തുറന്നു. ഇനി 49-ാമത്തെ വാക്യം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങൾ ഉയരത്തിൽ ശക്തി ധരിക്കുമ്പോഴും. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. യേശു എപ്പോൾ സംസാരിച്ചാലും വളരെ അസന്നിഗ്ധമായിട്ടാണ് സംസാരിക്കുന്നത്, ഡെഫിനറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കും. ഇവിടെ നഗരം, ഏത് നഗരം? യെരൂശലേമിൽ പാർക്കുവീനെന്ന് പറഞ്ഞു. ഇനി പ്രവർത്തന ദിവസം 1-ാം അധ്യായത്തിലേക്ക് വരാം. 1-ാം അധ്യായത്തിലെ
അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കാം. 1:4. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക. അപ്പൊ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, വളരെ നിർബന്ധമായ യേശു ശിഷ്യന്മാർക്കൊരു വിലക്ക് അവിടെ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ അന്ത്യശാസ്ത്രം നമുക്കറിയാം, ദ ഗ്രേറ്റ് കമ്മീഷൻ, അന്ത്യനിയോഗം എന്ന് പറയാം. അപ്പൊ ഈ അന്ത്യനിയോഗത്തിൽ സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. സകല ജാതികളോടും സുവിശേഷം അറിയിക്കുക. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ മേൽ വരുമ്പോൾ യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവിൻ എന്ന് യേശു അവരോട് അറിയിച്ചിരുന്നത്. അപ്പൊ ഭൂമിയുടെ അറ്റത്തോളം പോകേണ്ടവരാണ് യെരൂശലേം മുതൽ. പക്ഷേ ഇപ്പൊ അവർക്ക് താൽക്കാലികമായ ഒരു വിലക്ക് നൽകിയിരിക്കുകയാണ്. താൽക്കാലികമായ വിലക്ക്. എന്തിനാ ഈ താൽക്കാലികമായ വിലക്ക്? ദൈവത്തിന്റെ ഉദ്ദേശം. അപ്പൊ അവരോട് പറയാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഗലീലക്കാരാണ്, നിങ്ങൾ ഈ ദേശവാസികളല്ല, യെരൂശലേമിലല്ല, നിങ്ങളുടെ യെരൂശലേം അല്ല നിങ്ങളുടെ ജന്മസ്ഥലം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇനി ഇപ്പോൾ യെരൂശലേം വിട്ടു പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറയും. അതിനൊരു പരിധിയും നിശ്ചയിച്ചു. ആ പരിധി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുവോളം അതുവരെ നിങ്ങൾ യെരൂശലേമിൽ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ യേശുക്രിസ്തു ഉദ്ദേശിച്ചത്? നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം നടക്കുന്നത് ഒരു യഹൂദന്മാരുടെ പെരുന്നാളിനോട് ബന്ധപ്പെട്ട് പാസ് ഓവർ ഫീസ്റ്റ്, പെസഹ. അത് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ. അപ്പൊ ആ ദിവസങ്ങളിൽ ഒന്നിൽ യേശു ക്രൂശിക്കപ്പെട്ടു. നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയാം. അപ്പൊ യേശു പെസഹ കുഞ്ഞാടായി ഇറക്കപ്പെട്ടു. അതിന്റെ നെക്സ്റ്റ് ഡേ ഒരു ശാബത്ത് ദിവസം, വിശ്രമ ദിവസമാണ്. യഹൂദന്മാരുടെ ഒരു റെസ്റ്റ് ഡേ. ആ റെസ്റ്റ് ഡേ കഴിഞ്ഞ അടുത്ത ദിവസം വരുന്നത് ഒരു ഞായറാഴ്ചയാണ്. അന്ന് യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തു. ഇവിടെ ഈ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഇടയ്ക്കുള്ളതായ ആ സാറ്റർഡേ, ആ ശനി മുതൽ 7 ശബത്തുകൾ എണ്ണിയാൽ 49 ദിവസം. 50ാമത്തെ ദിവസമാണ് പെന്തക്കോസ്റ്റ്. പെന്തിക്കോസ്റ്റ് എന്നുള്ള വാക്കിന് 50th എന്നർത്ഥമേ. ആ ഒരർത്ഥം 50th. അപ്പൊ ഇതിനിടയ്ക്ക് എന്തെല്ലാം സംഭവിച്ചു? അതാണ് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത്. അതിനിടയ്ക്ക് ഇപ്പം പെസഹ ദിവസം യേശു ക്രൂശിക്കപ്പെടുന്നു, അടക്കപ്പെടുന്നു. അതിനുശേഷം വരുന്ന ഞായറാഴ്ച അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അത് യഹൂദന്മാർ ഞായറാഴ്ച എന്ന് വിളിക്കുകയില്ല, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനം എന്നാണ് പറയുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തു, ഉയർത്തെഴുന്നേറ്റു. ഓക്കെ, ഉയർത്തെഴുന്നതിന് ശേഷം യേശു 40 നാളുകൾ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. പത്രോസ് 1-ാം അധ്യായത്തിലേക്ക് വന്നു. അതിന്റെ 2-ാം വാക്യം വായിച്ചു. പ്രവൃത്തികൾ 1:2. അവൻ കഷ്ടമനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അധികം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു. ഒരു 40 days നമുക്കിവിടെ കാണാൻ സാധിക്കും. പുനരുത്ഥാനത്തിന് ശേഷമുള്ളതായ ഒരു 40 days. ആ 40 daysൽ കർത്താവ് ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ തന്റെ ശിഷ്യന്മാരെ ഉറപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് മാത്രമാണ് യേശു ക്രിസ്തു മെജോറിറ്റി ഓഫ് ഹിസ് അപ്പിയറൻസസ്, തന്റെ പ്രത്യക്ഷതകളിൽ അധികവും ശിഷ്യന്മാർക്കായി, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 99%, വേണമെങ്കിൽ 100% എന്ന് തന്നെ പറയാം.
മറ്റാർക്കും താൻ പ്രത്യക്ഷനാകാതെ തന്റെ ശിഷ്യന്മാർക്ക് മാത്രം താൻ പ്രത്യക്ഷനായ എന്ന ഉദ്ദേശമുണ്ട്. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. ഒരു സംശയം കൂടാതെ അവർക്ക് ബോധ്യമാകണം. എങ്കിലേ ഈ സുവിശേഷവുമായി അവർക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. യേശു ഉയർത്തെഴുന്നേറ്റ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അവർക്ക് സുവിശേഷവുമായി കടന്നു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക് വീണ്ടും 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 യേശു ഫിസിക്കൽ അപ്പിയറൻസ്, വീണ്ടും വീണ്ടും തന്റെ ശാരീരികമായ സാന്നിധ്യം അവർ മനസ്സിലാക്കി, തൊട്ടു, അവനോട് സംസാരിച്ചു, അവന്റെ അടുത്തിരുന്നു, അവനുമായി ആഹാരം ഭക്ഷിച്ചു. അപ്പൊ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് സംശയാതീതമായി ശിഷ്യന്മാർക്ക് ബോധ്യമായി. അത് ബോധ്യപ്പെടുത്താനുള്ള യേശുവിന്റെ ഒരു പദ്ധതിയാണ്. അതിനായി 40 days പുനരുത്ഥാനം ചെയ്യുന്ന അന്ന് തന്നെ യേശുവിനെ സ്വർഗ്ഗാരോഹണം ചെയ്യാമായിരുന്നു, അല്ലേ? സ്വർഗ്ഗാരോഹണം ചെയ്യുമായിരുന്നു. പക്ഷേ അന്ന് തന്നെ സ്വർഗ്ഗാരോഹണം ചെയ്യാതെ ഒരു 40 days അതിനുവേണ്ടി ദൈവം മാറ്റിവെച്ചു. യേശു അതിനുവേണ്ടി മാറ്റിവെച്ചു. 40 days ശിഷ്യന്മാർക്ക് തനിങ്ങനെ പ്രത്യക്ഷപ്പെട്ടു, വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു, വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. യേശു ഒരു ലിവിങ്, ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്, ലിവിങ് റിയാലിറ്റി. പിന്നെ യേശുവിന്റെ ശിഷ്യന്മാരെ പിന്തിരിപ്പിക്കുവാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. ഈ പ്രസംഗം യേശു ജീവിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കാതിരിക്കുവാനും ഒരു സാധ്യം. 40 days ആയപ്പോൾ യേശു എന്ത് ചെയ്തു? ഈ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ബഥാനിയ പുറത്തേക്ക് പോയി. അവരുടെ സാന്നിധ്യത്തിൽ അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആരോപണം ചെയ്തു. അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മേഘം വന്നവനെ ഓടിയിട്ട് എന്നാണ് വായിക്കുന്നത്. അവരുടെ കണ്ണുകൾ കൊണ്ട് അവനെ ദർശിച്ചു, അവന്റെ സ്വർഗ്ഗാരോഹണം ദർശിച്ചു. അവന്റെ മറവ്, അവൻ മേഘങ്ങളിൽ മറയുന്നത് പറഞ്ഞു. അക്ഷരീയമായ, ഫിസിക്കലായ, ശാരീരികമായ അവന്റെ സ്വർഗ്ഗാരോഹണം അവർ കണ്ടു. യേശുവിനെ ഊഷിൽ കണ്ടതുകൂടാതെ യേശുവിന്റെ പുനരുത്ഥാനത്തിൽ യേശുവിനെ അവർ കണ്ടു. പുനരുത്ഥാന ശേഷം അവർ അവനെ കണ്ടു. അവർക്ക് സംശയാതീതമായ ബോധ്യമായ കാര്യം, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അക്ഷരീയമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. 40th day, 40ാം ദിവസം യേശു അവരുടെ കാഴ്ചയ്ക്ക് സ്വർഗ്ഗാരോഹണം ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ ചുരുളിങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് ഈ 50th ഡേയിലായിരിക്കണം, പെന്തക്കോസ്ത് നാളിലായിരിക്കണം, അത് യെരൂശലേമിലായിരിക്കണം. അന്ന് ദൈവസഭയുടെ ജന്മം നടക്കണം, 3000 പേർ മാനസാന്തരപ്പെടണം. ഇതിനെല്ലാം ആരാ എന്തോ അറേഞ്ച്മെന്റ് ലോകത്തിൽ ചെയ്തിട്ടുള്ളൂ ഞാൻ നിങ്ങളോട് ചോദിച്ചു. യെരൂശലേമിൽ ദൈവസഭയുടെ ജന്മം നടക്കണം, അന്ന് 3000 പേർ മാനസാന്തരപ്പെടണം. അപ്പോസ്തലനായ പത്രോസ് തന്റെ ആദ്യത്തെ പ്രസംഗം ചെയ്യണം. ഇതിനൊരു സ്റ്റേജ് പോലും ആരോട് തയ്യാറാക്കിയിട്ടില്ല, ഒരു നോട്ടീസും ആരും അടിച്ചിട്ടില്ല, ഒരു പരസ്യവും ചെയ്തിട്ടില്ല. യാതൊരു പരസ്യവുമില്ലാതെ, യാതൊരു മാനുഷികമായ അറേഞ്ച്മെന്റും ഇല്ലാതെ പെന്തക്കോസ്ത് നാളിൽ ദൈവസഭയുടെ ജന്മം നടക്കണമെങ്കിൽ ആരതിന് പിന്നിൽ പ്രവർത്തിക്കണമെന്ന് ഞാൻ ചോദിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്, ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഇതെല്ലാം അറിയാവുന്ന ആള്, ഭൂതം, വർത്തമാനം, ഭാവി എല്ലാം ഒരുപോലെ അറിയാവുന്ന ഒരാൾ യേശു. ഒരു കണ്ണാടിക്കൂടിൽ കൂടെ ഒരു ചിത്രശലഭത്തെ കാണുവാൻ നമുക്ക് സാധിക്കുന്നത് പോലെ ഈ ലോകത്തിന്റെ ഭൂത വർത്തമാന ഭാവി കാലത്തെ ഒരുപോലെ ദർശിക്കാൻ കഴിയുന്ന ദൈവം ഒരു കണ്ണാടിക്കൂടിൽ കൂടെ ചരിത്രത്തെ ദർശിച്ചുകൊണ്ട് പറയുകയാണ്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ അവിടെ കാത്തിരിക്കണം, എനിക്ക് വരെ ചില പദ്ധതികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പോകാൻ ഞാൻ വിലക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പോകാം. അതുകൊണ്ട് സ്വർഗ്ഗാരോഹണം കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്തെന്നറിയാമോ? നമുക്ക് പ്രവർത്തന 1-ാം അധ്യായത്തിൽ തന്നെ 1-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിച്ച്, അവർ യെരൂശലേമിന് സമീപത്ത്
ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് എന്ത് ചെയ്തു? യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത അപ്പോൾ അവര് ആ അക്ഷരം പ്രതി യേശുവിന്റെ കൽപ്പന അനുസരിച്ചു. അവർ ഒലിവുമലയിൽ നിന്ന് വേറെ എങ്ങും പോകാതെ യെരൂശലേമിലേക്ക് വന്നു. അവർ അവിടെ കാത്തിരുന്നു. എന്തിനാ കാത്തിരുന്ന് പരിശുദ്ധന്മാരെ ഇറക്കായിരുന്നു അവിടെ ജോലി അല്ല. ഞാൻ നിങ്ങളോട് കാര്യം പറയും, നമുക്കാർക്കും കാത്തിരുന്ന് പരിശുദ്ധന്മാരുടെ ലോകത്തിൽ ഇറക്കാൻ പറ്റിയില്ല. നമ്മുടെ ജോലിയും അങ്ങനെ പരിശുദ്ധമൊന്നും വരികയുമില്ല. കാത്തിരുന്ന് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ആ കറക്റ്റ് ഡേ വരാൻ വേണ്ടിയാണ്. കാത്തിരുന്ന് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ആ കറക്റ്റ് ഡേ വരണം. ഒരു ഹിസ്റ്റോറിക്കൽ ഡേ പരിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ആവർത്തിക്കപ്പെടേണ്ടതായ ഒരു ഹിസ്റ്റോറിക്കൽ ഡേ പരിശുദ്ധന്മാരുണ്ട്. പരിശുദ്ധാത്മാവെന്ന അർത്ഥത്തിലുണ്ട്. യേശു ക്രിസ്തുവിന്റെ ജനനം ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആയിരുന്നത് പോലെ, ആവർത്തിക്കപ്പെടേണ്ടതായ ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആയിരുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ അവരോഹണം, പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവസഭയത്തിന്റെ ശരീരമായി സ്വീകരിക്കുന്നത്, ദൈവസഭയുടെ ജന്മം നടക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഡേ ആയി ദൈവം നേരത്തെ കുറിച്ച് വെച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അതുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാൻ പാടില്ല. വെയിറ്റ്. ഡേറ്റ് പറഞ്ഞില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുവോളം യെരൂശലേമിൽ കാത്തിരിപ്പിൻ എന്ന് പറഞ്ഞു. ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3, 4, 5 ഒന്നും സംഭവിച്ചില്ല. 6, 7 ഒന്നും സംഭവിക്കുന്നില്ല. ഒരു വ്യത്യാസവുമില്ല. പഴയതുപോലെ 9, 10. ഒരു ഞായറാഴ്ച വീണ്ടും യേശു പുനരുത്ഥാനം ചെയ്ത ഒരു ഞായറാഴ്ചയാണ്. അത് കഴിഞ്ഞു 9 സാറ്റർഡേകൾ എണ്ണിയാൽ, ശാബത്തുകൾ എണ്ണിയാൽ 49 ദിവസം. അതിനുശേഷം വരുന്ന ഒരു ഞായറാഴ്ച വീണ്ടും ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. ദൈവം തീരുമാനിച്ചിരുന്ന പരിശുദ്ധന്മാരെ ലോകത്തിലേക്ക് അയക്കുന്നത് അന്നായിരിക്കണം. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ പുനരുത്ഥാനം ഒരു ഞായറാഴ്ചയാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളാണ് നടക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അവരോഹണം, പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഒരു ഞായറാഴ്ചയാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആരാ ഇറക്കി വിട്ടത്? യേശു ക്രിസ്തു. ഞാൻ പിതാവിന്റെ അടുക്കൽ പോയി ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് ഞാൻ വാങ്ങി നിങ്ങൾക്ക് പറഞ്ഞു. പത്രോസ് ഇറക്കിയതല്ല, യോഹന്നാനോ യാക്കോബോ ഇറക്കിയതല്ല. യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട്, ഒരു പാറ തകർക്കപ്പെട്ടത് കൊണ്ട് ആ ജീവിതത്തിന്റെ നദി ഒഴുകിയതാണ്. യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ല, അതുപോലെ പരിശുദ്ധാത്മാവ് വന്നില്ല. എന്നാൽ യേശു തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വരാതിരിക്കുവാൻ കഴിയില്ല. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വരണം. ദൈവം ഒരു ഹിസ്റ്റോറിക്കൽ ഡേ മാറ്റിവെച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അവരോഹണത്തിന്, ഇറങ്ങി വരവിന്, ദൈവസഭയുടെ ജന്മത്തിന് അതിങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഇനി പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കാം. 2-ന്റെ 1. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, പെന്തക്കോസ്ത് നാൾ മുഴുവൻ വന്നപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. ഇന്നും യഹൂദന്മാർ പെന്തക്കോസ്റ്റൽ ഫീസ്റ്റ് ആചരിക്കാറുണ്ട്. സീനായി പർവ്വതത്തിൽ ദൈവം ഇറങ്ങി വന്നതിന്റെ അനുസ്മരണം. അവർക്ക് നിയമം കൊടുക്കുവാൻ വേണ്ടി സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നതിനെ അനുസ്മരിച്ചുകൊണ്ട് അവരെന്നും പെന്തക്കോസ്ത് ആചരിക്കുകയാണ്. അന്നും ഇന്നും. അന്നും ദൈവം ഇറങ്ങി വന്നപ്പോൾ മുഴക്കമുണ്ടായി, ചലനമുണ്ടായി, തേജസ്സുണ്ടായി, അസാധാരണമായ കാര്യങ്ങൾ കണ്ടു. ഇവിടെ പരിശുദ്ധാത്മാവ് അന്ന് ദൈവം സീനായിൽ ഇറങ്ങി വന്നതുപോലെ ഈ മാളികമുറിയിൽ യെരൂശലേമിൽ ഇറങ്ങി വരികയാണ്. അവിടെ ഒരു മുഴക്കമുണ്ടാകുന്നു. ഹിസ്റ്റോറിക്കൽ ഡേ in the history of the Church of God. ദൈവസഭയുടെ ചരിത്രത്തിൽ ഒരു ചരിത്ര ദിനം
ആ മുഴക്കമുണ്ടായപ്പോൾ ഇന്ന് സംഭവിച്ചിരിക്കുക. അതിന്റെ 6-ാമത്തെ വാക്യം 2:6. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. മതി, ഇവിടെ ഈ പുരുഷാരത്തെ കൂട്ടുവരുത്തുവാനായി. അന്നത്തെ ദൈവത്തിന്റെ കോളിംഗ് ബെല്ലാണ് മുഴക്കം. ടിവിയിൽ കൂടെ, റേഡിയോയിൽ കൂടെ, നോട്ടീസിൽ കൂടെ പരസ്യപ്പെടുത്തുവാൻ യാതൊരു സാധ്യതയുമില്ലാതിരിക്കുന്ന ആ കാലത്ത് ജനത്തെ കൂട്ടിവരുത്തുവാൻ വേണ്ടി ദൈവത്തിനൊരു പദ്ധതിയുള്ളൂ, ആ മുഴക്കം. ഹല്ലേലൂയ. മുഴക്കം ഉണ്ടായപ്പോൾ ഉണ്ടായ സംഭവം എന്താണ്? പുരുഷാർ ഓടിക്കൂടി. 15 ഭാഷക്കാര്, അധികം ആൾക്കാർ അവിടെ വന്നിരിക്കുകയാണ്. ഇത് ആരുടെ പദ്ധതിയാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു സ്റ്റേജ് അവിടെ തയ്യാറാക്കപ്പെട്ടിട്ടില്ല. കാലകൊട്ടി ഒരു പ്രസംഗം തയ്യാറാക്കിയിട്ടില്ല. ഓഡിയൻസിനെ ആരെയും വിളിച്ചിട്ടില്ല. ദൈവത്തിന് മഹത്വം. മാനുഷിക ദൃഷ്ടിയിൽ വളരെ യാദൃശ്യമായി ഒരു സംഭവം നടക്കുന്നു. ഒരു മാളിക മുറി, ഒരു മുഴക്കമുണ്ടാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആ മുഴക്കത്തോടുകൂടെ ദൈവസഭയുടെ പിറവി സംഭവിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്റെ ഹൃദയം തുടിക്കുകയാണ്. നൃത്തം ചെയ്യാൻ തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കാര്യപരിപാടി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അനങ്ങാതിരിക്കാൻ നമുക്ക് കഴിയുന്നതല്ല, ചലിക്കാതിരിക്കുവാൻ കഴിയുന്നതല്ല. ദൈവം എത്ര വലിയവനാണ്. ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ചരിത്രത്തിന് കുത്തുകോമായി വിടുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവസഭയുടെ സ്ഥാപനം നടന്നു. 3000 പേർ അന്ന് മാനസാന്തരപ്പെട്ടു. അന്ന് സ്നാനമേറ്റു. എന്തൊരു മഹത്തായ ദിവസമാണത്. ഓ, ദൈവത്തിന് സ്തോത്രം. ആത്മസമയം നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ചരിത്രത്തിന് കൊത്തുകോമായി വിടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എന്റെയും നിങ്ങളുടെയും ചരിത്രത്തെ നിയന്ത്രിക്കാൻ കഴിയും. അത് വിശ്വസിക്കുന്നവരെല്ലാവരും കരങ്ങളെ ഉയർത്തി